ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കൊരു തിരുനെല്ലി യാത്ര കണ്ടാലോ? രാവിലെ 6 മണിക്ക് ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടിയിട്ട് ഒരു യാത്ര പോവാണ് തിരുനെല്ലിയിലേക്ക്. ഞാനങ്ങനെ വലിയ വിശ്വാസിയൊന്നുമല്ല, പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ആ അമ്പലത്തിൽ പോകണമെന്നോ അല്ലെങ്കിൽ അച്ഛന് ബലി അർപ്പിക്കണമെന്നോ ഒക്കെ തോന്നാൻ തുടങ്ങി മനസ്സിൽ വല്ലാണ്ട്. കുറച്ച് അനുഭവങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ, അത് ഞാനിവിടെ പറഞ്ഞാൽ ശരിയാവില്ല. എന്നാലും അങ്ങനെ ഞങ്ങൾ 4 ആൾ കൂടിയിട്ട് കുറേ കാലത്തിന് ശേഷം പോകുന്നൊരു യാത്രയും കൂടിയാണിത്. അച്ഛനും അമ്മയും അനിയനും, അതായത് നമ്മൾ കുടുംബമായിട്ട് പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം ഫ്രണ്ട്സുമായിട്ട് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ചില ആൾക്കാർക്കൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനും അമ്മയും അനിയനുമാണ് എൻ്റെ എല്ലാം. എൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം. എനിക്കങ്ങനെ കുറേ സുഹൃത്തുക്കളൊന്നുമില്ല, ഇവരാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാനും എൻ്റെ കഥ പറയാനും എൻ്റെ സ്കൂളിൽ നടന്നയോ അല്ലെങ്കിൽ കോളേജിൽ നടന്നയോ അല്ലെങ്കിൽ ഇപ്പം പണിയെടുക്കുന്ന സ്ഥലത്ത് നടന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ഷെയർ ചെയ്യാറ് ഞാൻ അച്ഛൻ്റെ കൂടെയോ അമ്മേൻ്റെ കൂടെയോ അനിയൻ്റെ കൂടെയൊക്കെയാണ്. അത് എന്താ പറയുക, എല്ലാവർക്കും ആ ഒരു ഫ്രീഡം ഉണ്ടോയെന്നറിയില്ല. അച്ഛനും അമ്മയും എനിക്ക് ആ ഫ്രീഡം തന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം പറയാൻ സാധിക്കായിരുന്നു കേട്ടോ. അനിയനാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ ആ യാത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, അത് വല്ലാത്തൊരു സുഖമുള്ള യാത്രയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരുനെല്ലി എത്തി ബലി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്കങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് അച്ഛനായിരുന്നു കേട്ടോ ചെയ്തത്. അച്ഛൻ കൗണ്ടറിൽ പോയി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു വന്നു. അപ്പോഴത്തേനും ഞാനും അനിയനും അച്ഛനും അമ്മയും കൂടി കറങ്ങി. ആ സ്ഥലം ഭയങ്കര രസമാണ്, മലയിടക്കം ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയുള്ള സ്ഥലവും കൂടിയിട്ടാണ്. അപ്പോൾ തിരുനെല്ലിയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഒറ്റപ്പെട്ട കട നമ്മൾ ശ്രദ്ധയപ്പെട്ടു. പായസപ്പുര എന്നാട്ടോ കടയുടെ പേര്. മുളയരി പായസം അവിടെ മാത്രം കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, ബാക്കിയുള്ള സ്ഥലത്ത് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അവിടെ കാടമുട്ട കിട്ടും, നല്ല മുളയരി പായസം കിട്ടും, കബാബ് കിട്ടും, പാൽപ്പായസം കിട്ടും. നമ്മളിതൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊരു യാത്ര പോകുമ്പോൾ കഴിക്കുന്നതാണ് വേറൊരു സുഖമുള്ള പരിപാടിയല്ലേ അല്ലേ. ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ ഫാമിലിയും കൂട്ടി ഒരു ട്രിപ്പ് പോകണം കേട്ടോ. നമ്മൾ കുറേ കാലമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റേ സ്ഥലത്ത് എത്തുമ്പോഴത്തേനും നമ്മൾ അടികൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു സുഖം അങ്ങ് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ വലുതായപ്പോൾ നമ്മൾ ആ മൊമെൻറ്റ്സ്, ആ കഴിഞ്ഞുപോയ മൊമെൻറ്റ്സൊക്കെ കുറേ മിസ് ചെയ്ത പോലെ തോന്നി. തിരിച്ചു പോകുന്ന വഴി ഞാൻ ഇച്ചിരി അങ്ങോട്ട് മാറിപ്പോയെന്ന് എനിക്കറിയാം. ശരി, തിരുനെല്ലിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി അവിടെ ഒരു ഉണ്ണിയപ്പക്കടയുണ്ട്. അത് ആരും മിസ് ചെയ്യാത്ത സ്ഥലമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും അത് വാങ്ങി കഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോയി ഒരു ഐസ്ക്രീമും വെച്ച് നമ്മൾ ദിവസം കഴിഞ്ഞിട്ടാ